വിതുരയിലെ ജനവാസ മേഖലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടുപോത്ത് ചത്തു. വിരണ്ടോടുന്നതിനിടെ വീണ പോത്തിന് ഗുരുതര പരിക്കേറ്റിരുന്നു. പേപ്പാറ വനമേഖലയിലാണ് കാട്ടുപോത്തിനെ തുറന്നുവിട്ടിരുന്നത്. മനീഷ് മഹിപാലാണ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് വനമേഖലയിൽ നിന്ന് വിതുരയിലെ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്ത് എത്തിയത്. അങ്ങനെ കാട്ടുപോത്തിനെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് മയക്കുവെടി വെച്ച് ഈ കാട്ടുപോത്തിനെ പിടികൂടിയ ശേഷം പേപ്പാറ മേഖലയിൽ കാട്ടുപോത്തിനെ വിട്ടത്. ഇതിനിടയിലാണ് കാട്ടുപോത്തിനെ ചത്ത നിലയിൽ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. വിരണ്ടോടുന്നതിനിടെ ഈ കാട്ടുപോത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അങ്ങനെ ഈ ജനവാസ മേഖല ഇറങ്ങിയ സമയത്ത് നാട്ടുകാർ പലരും ഓടിക്കൂടിയ സമയത്താണ് ഇത് വിരണ്ടോടുകയായിരുന്നു. അങ്ങനെ വിരണ്ടോടുന്ന സമയത്ത് ഇതിന് ഗുരുതരമായ വീഴ്ചയിലൊക്കെ തന്നെ പരിക്കേറ്റിരുന്നു. അങ്ങനെ പിന്നീട് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടി. പക്ഷെ ആ പരിക്കുകൾ അത്ര സാരമുള്ളതല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിന്നീട് ഇതിനെ വനമേഖലയിലോട്ട് ഇതിനെ തുറന്നു വിട്ടത്. പിന്നീടാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് ഇതിന് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇതിനെ ചത്തതിലെ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ എന്താണ് ഇതിന്റെ മരണ കാരണം, ഈ കാട്ടുപോത്തിന് മരണത്തിന്റെ കാരണം എന്താണെന്നുള്ള കാരണം മനസ്സിലാവുകയുള്ളൂ എന്നാണ് നിലവിൽ DFO അറിയിക്കുന്നത്. ഉന്മേഷ്. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.